ഇടുക്കി ചിന്നക്കനാലിലെ വന്യജീവി ആക്രമണങ്ങൾക്ക് കാരണം 301 ഉന്നതിയാണെന്ന് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾക്കെതിരെ ഗോത്രവിഭാഗത്തെ സമൂഹത്തെ ഒഴിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ഉന്നതി നിവാസികൾ വ്യക്തമാക്കി. ആനത്താരകൾ അടച്ച് ഭൂമി കയ്യേറി റിസോർട്ടുകൾ നിർമ്മിച്ച രാഷ്ട്രീയ നേതാക്കളെയാണ് ആദ്യം ഒഴിപ്പിക്കേണ്ടതെന്ന് 301 ഉന്നതി നിവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ചിന്നക്കനാലിലെ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവന നടത്തിയത്. 301 ഉന്നതി സ്ഥാപിച്ചതാണ് കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമെന്നും ഈ പ്രദേശം ആനത്താവളമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. തൊട്ടു പിന്നാലെ DCC പ്രസിഡന്റിന് പിന്തുണയുമായി പ്രാദേശിക CPIM നേതാവ് VX ആൽബിനും രംഗത്തെത്തി. 301 ഉന്നതി ഒഴിപ്പിക്കണമെന്ന തരത്തിലുള്ള ഇരുവരുടെയും പ്രതികരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഉന്നതി നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സർക്കാർ തങ്ങളെ ഔദ്യോഗികമായി കുടിയിരുത്തുകയാണെന്നും നേതാക്കൾ ഒഴിപ്പിക്കൽ മോഹവുമായി മല ചവിട്ടേണ്ടെന്നും 301 ഉന്നതിയിലെ ആദിവാസി സമൂഹം പറയുന്നു. 26 വർഷത്തിന് മുമ്പ് സർക്കാരാണ് ഞങ്ങൾക്ക് സ്ഥലം നൽകിയത്. അപ്പോൾ സർക്കാർ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് സർക്കാർ തന്നെ അത് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പം നേതാക്കന്മാർക്ക് വല്ലതും പറയാം. ഞങ്ങൾ 26 വർഷമായിട്ട് ഇവിടെ താമസിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ആരും മാറാനായിട്ടുള്ള തയ്യാറില്ല. ഇവിടുന്ന് 300 കുടുംബത്തെ മാറ്റണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്, ഒത്തിരി ചിലവുകൾ കൂടുതൽ. ആ ചിലവിൽ ഈ 19 ആനയെ മാറ്റാം. ആനയെ മാറ്റി കഴിഞ്ഞ് 4 പഞ്ചായത്തുകാർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാം. 301 ഉന്നതി ഒഴിപ്പിക്കണമെന്ന് മുറവിളി കൂട്ടുന്നവർ പ്രദേശത്തെ യഥാർത്ഥ കയ്യേറ്റക്കാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. സർക്കാർ ഭൂമി കയ്യേറി ആനത്താരകൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി വൻകിട റിസോർട്ടുകൾ നിർമ്മിച്ചത് അവിശുദ്ധ ബന്ധമുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമാണെന്ന് ഇവർ പറയുന്നു. അവരെ തൊടാൻ ഭയക്കുന്നവരാണ് ഗോത്രവിഭാഗ സമൂഹത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ ഈ സർക്കാരിനും ഇവിടെ കിടക്കുന്ന നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും തട്ടിക്കളിക്കാൻ പറ്റിയ ആദിവാസികളാണോ ഞങ്ങള്? ഞങ്ങൾക്ക് വലിയ ജീവിതം. ഞങ്ങൾ ഈ കാട്ടിൽ നിന്ന് എടുത്ത് ഇനി അടുത്ത കാട്ടിലേക്ക് ഇടും. ഞങ്ങൾ പോകില്ല സാറേ. ഈ കാണാവുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കയ്യേറിയിട്ടുണ്ട്. ഈ കയ്യേറ്റക്കാരെ തന്നെ ഇവർ ഈ പാർട്ടിക്കാർക്ക് ആർക്കും കാണത്തില്ല. ആനത്താരെ കൊണ്ടല്ല ഇവരൊക്കെ ഓരോ റിസോർട്ടുകളും പണിത് കെട്ടിടങ്ങളും പണിത് വെച്ചിരിക്കുന്നത്, കയ്യേറിയിരിക്കുന്നത്. അവരൊക്കെ ഒഴിപ്പിക്കാൻ തന്നെ ഇവർ പറയാത്തത്. അവർ ഫെൻസിങ് ഇതും എല്ലാം ഇട്ടിട്ട് ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുകയും തങ്ങൾക്ക് കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കുകയുമാണ് അധികൃതർ ചെയ്യേണ്ടത്. മുൻപ് ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി നൽകിയ ഉറപ്പുകളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനങ്ങളുമായി എത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്നും ഇവർ ആരോപിക്കുന്നു. വൻകിട റിസോർട്ട് മാഫിയകളെ സംരക്ഷിക്കാൻ 301 ഉന്നതി നിവാസികളെ ബലി കൊടുക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഈ ഗോത്രവിഭാഗ ജനത. ന്യൂസ് മലയാളം, ഇടുക്കി.